ഹായ് ഹലോ റീസ്റ്റാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാന നായകനായ അയ്യങ്കാളിയെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ കൂടുതൽ നീട്ടി വലിക്കുന്നൊന്നുമില്ല, നമുക്ക് വേഗം ക്ലാസ്സിലോട്ട് പോവാം കേട്ടോ. അതിനു മുമ്പ് ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, മറക്കല്ലേ. അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28-നാണ് ഇദ്ദേഹം ജനിച്ചത്. അയ്യങ്കാളി ജനിച്ച ദിവസം അതായത് ഓഗസ്റ്റ് 28-ന് നമ്മൾ അയ്യങ്കാളി ജയന്തിയായി ആചരിച്ചു വരുന്നു. ഇദ്ദേഹം മരണപ്പെട്ടത് 1941 ജൂൺ 18-നാണ് കേട്ടോ. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂരാണ്. എവിടെയാണ്? വെങ്ങാനൂരാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടുപേര് പ്ലാവുത്തറ വീട്. പ്ലാവുത്തറ വീട് വീട്ടുപേരും ജന്മസ്ഥലം വെങ്ങാനൂരുമാണ്. ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമം കാളി എന്നാണ്. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അയ്യൻ എന്നാണ്. അമ്മ മാല ട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോളൂ. ഇനി ഇദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ. അയ്യങ്കാളിയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ് കേട്ടോ. ആളിക്കത്തിയ തീപ്പൊരി. ആധുനിക ദളിതരുടെ പിതാവ്. എന്താണ്? ആധുനിക ദളിതരുടെ പിതാവ്. നിരക്ഷരനായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്, യജമാനൻ, അധസ്ഥിതരുടെ പടത്തലവൻ, കേരളത്തിന്റെ സ്പാർട്ടക്കസ്. പിന്നെ പുലയ രാജ, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. പുലയ രാജ എന്ന വിശേഷണമുള്ളത് ആർക്കാണ്? അയ്യങ്കാളിക്കാണ് കേട്ടോ. ഈ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് കേട്ടോ. അതും കൂടെ ഓർത്തു വെക്കണേ. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. ഇതാരാ പറഞ്ഞത്? ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയെ കുറിച്ച് പറഞ്ഞത്. എന്ത്? ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അയ്യങ്കാളിയെ കുറിച്ചുള്ള വിശേഷണങ്ങൾ? ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നു. ആധുനിക ദളിതരുടെ പിതാവാണ് ഇദ്ദേഹം. നിരക്ഷരനായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ്. യജമാനൻ എന്ന് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. അധസ്ഥിതരുടെ പടത്തലവൻ എന്നും ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. കേരളത്തിന്റെ സ്പാർട്ടകസ് എന്ന് വിശേഷിപ്പിക്കുന്നു. പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് അല്ലെ. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നും അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതാരാ വിശേഷിപ്പിച്ചത്? ഇന്ദിരാഗാന്ധിയാണ് അല്ലെ. ഇദ്ദേഹം നിരവധി സമരങ്ങൾ നയിച്ചിട്ടുണ്ട്. സമരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം ട്ടോ. ചാലിയം തെരുവ് ലഹളയുടെ സൂത്രധാരൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് കേട്ടോ. ചാലിയം തെരുവ് ലഹളയുടെ സൂത്രധാരൻ ആരാണ്? അയ്യങ്കാളിയാണ്. കല്ലുമാല സമരത്തിന്റെ നേതാവായിരുന്നു ഇദ്ദേഹം. വില്ലുവണ്ടി സമരം നയിച്ച നേതാവാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ 90-ാം ആണ്ട് ലഹള നയിച്ച നേതാവാണ്. ഏതൊക്കെ ലഹളയാണ്? ചാലിയം തെരുവ് ലഹള, പിന്നെ കല്ലുമാല സമരം, വില്ലുവണ്ടി സമരം, 90-ാം ആണ്ട് ലഹള. ഓക്കെ, ഇതൊക്കെ നയിച്ചത് ആരാണ്? നമ്മുടെ അയ്യങ്കാളിയാണ് കേട്ടോ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയാണ് സാധുജന പരിപാലന സംഘം, അതായത് SJPS അല്ലെ. ഇത് സ്ഥാപിച്ചത് അയ്യങ്കാളി തന്നെയാണ്. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ച നേതാവാണ് ആര്? അയ്യങ്കാളി അല്ലെ. എവിടെ? തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ച നേതാവാണ് അയ്യങ്കാളി. പിന്നെന്താ? ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? അയ്യങ്കാളിയാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് അല്ലെ, തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി കേട്ടോ. കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളിയാണ്. നമുക്കറിയാം വില്ലുവണ്ടി സമരം ആരുമായി ബന്ധപ്പെട്ടതാണ്? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട സഞ്ചാര സ്വാതന്ത്ര്യ സമരമാണ് അല്ലെ. ഇത് എപ്പോഴാണ് നടന്നത്? 1893-ലാണ് കേട്ടോ നടന്നത്. ഇത് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ വെങ്ങാനൂര് മുതൽ കവടിയാര് വരെയാണ് ഈ ഒരു വില്ലുവണ്ടി സമരം നടന്നത്. എപ്പോൾ? 1893. ഇതൊരു സഞ്ചാര സ്വാതന്ത്ര്യ സമരമാണ്. അതേപോലെയുള്ള ഒരു സമരമാണ് ചാലിയം തെരുവ് ലഹള. ഈ ചാലിയം തെരുവ് ലഹള അതായത് ആറാലും മൂട് ലഹള എന്നും ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് എന്താണ്? ഒരു സഞ്ചാര സ്വാതന്ത്ര്യ സമരമാണ് കേട്ടോ. 1898 നടന്ന സഞ്ചാര സ്വാതന്ത്ര്യ സമരമാണ് ചാലിയം തെരുവ് ലഹള അഥവാ ആറാലും മൂട് ലഹള ട്ടോ. അപ്പൊ ഏതൊക്കെയാണ് സഞ്ചാര സ്വാതന്ത്ര്യ സമരങ്ങള്? വില്ലുവണ്ടി സമരം 1893 നടന്ന വില്ലുവണ്ടി സമരം, 1898 നടന്ന ചാലിയം തെരുവ് ലഹള അഥവാ ആറാലും മൂട് ലഹള. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, 1912 നടന്ന നെടുമങ്ങാട് ചന്ത കലാപം. ഇതും എന്താണ്? ഒരു സഞ്ചാര സ്വാതന്ത്ര്യ കലാപമാണ് കേട്ടോ, സമരമാണ്. ഓക്കെ, അടുത്തത് 1915 നടന്ന കല്ലുമാല സമരം അഥവാ പെരുന്നാട് ലഹള. ഇത് കൊല്ലത്ത് വെച്ചാണ് നടന്നത് കേട്ടോ. 1915 ഇതിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി തന്നെയാണ്.
1915 ഇതേ വർഷം തന്നെ 90-ാം ആണ്ട് ലഹള എന്ന് പറയുന്ന ഒരു ലഹള നടന്നിട്ടുണ്ട്. ഇതിന്റെ മറ്റൊരു പേരാണ് ഊരൂട്ടമ്പല ലഹള അഥവാ പുലിയ ലഹള എന്നൊക്കെ 90-ാം ആണ്ട് ലഹളയെ അറിയപ്പെടുന്നുണ്ട്. 1915 തന്നെയാണ് നടന്നത്. ഇതിന് നേതൃത്വം നൽകിയത് ആര് തന്നെയാണ്? അയ്യങ്കാളി തന്നെയാണ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സമരം നടന്നത്. കൊല്ലവർഷം 1990 നടന്നതുകൊണ്ടാണ് ഇതിന് 90-ാം ആണ്ട് ലഹള എന്ന വിശേഷണമുള്ളത് കേട്ടോ. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയാണ് സാധുജന പരിപാലന സംഘം അല്ലെ, SJPS. ഇത് സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1907 വെങ്ങാനൂരിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് കേട്ടോ. എപ്പോഴാണ്? 1907 കേട്ടോ. താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് SJPS അയ്യങ്കാളി സ്ഥാപിച്ചത്. നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിന്റെ SNDP ഇല്ലേ, ആ ഒരു മാതൃകയിലാണ് SJPS സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സ്ഥാപിച്ചത് കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ SNDP എപ്പോഴാണ് സ്ഥാപിച്ചത്? 1903 കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കണേ. ഇനി SJPS സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. അത് 1913 പുറത്തിറക്കിയത് കേട്ടോ. അപ്പോൾ SJPS സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് 1907 സാധുജന പരിപാലിനി എന്ന് പറയുന്ന മുഖപത്രം എപ്പോഴാണ്? 1913 കേട്ടോ സ്ഥാപിച്ചത്. സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപരാരാണ്? ചെമ്പംതറ കാളി ചോതി കറുപ്പനാണ് കേട്ടോ. ചെമ്പംതറ കാളി ചോതി കറുപ്പനാണ് സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപൻ കേട്ടോ. ഈ സാധുജന പരിപാലിനി എന്ന പത്രം കേരളത്തെ ആദ്യ ദളിത് പത്രമായിട്ട് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. കേരളത്തെ ആദ്യ ദളിത് പത്രമായി അറിയപ്പെടുന്നത് ഏതാണ്? സാധുജന പരിപാലിനിയാണ് കേട്ടോ. നമുക്കറിയാം സാധുജന പരിപാലന സംഘം SJPS 1907 സ്ഥാപിച്ചത് അല്ലേ. ഇത് പിന്നീട് 1938 പുലിയ മഹാസഭയായി അറിയപ്പെട്ടു. എപ്പോഴാണ്? 1938 പുലിയ മഹാസഭയായി അറിയപ്പെട്ടു. പിന്നീട് 1942 എന്ത് ചെയ്തു? സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭയിലേക്ക് ലയിക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ്? 1907 SJPS സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ഓക്കെ, വെങ്ങാനൂർ വെച്ച്. പിന്നീട് 1938 പുലയ മഹാസഭയായി അറിയപ്പെട്ടു. പിന്നെ എന്ത് ചെയ്തു? 1942 ഈ പുലയ മഹാസഭ എന്ത് ചെയ്തു? 1948 സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭയിലേക്ക് ലയിച്ചു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തത് നോക്കിക്കോളൂ. 1911 ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി അംഗമായി. എപ്പോഴാണ്? 1911 ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി അംഗമായത്. ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി 28 വർഷം അംഗമായിരുന്ന കേരളത്തിലെ നവോത്ഥാന നായകനാണ് ആര്? അയ്യങ്കാളി. എത്ര വർഷം? 28 വർഷം തുടർച്ചയായി അംഗമായിരുന്ന കേരളത്തിലെ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി കേട്ടോ. നമ്മുടെ അയ്യങ്കാളി ചില മഹാന്മാരെ കണ്ടുമുട്ടുന്നുണ്ട്. അത് എവിടെ വെച്ചാണെന്നും എപ്പോഴാണെന്നും നമുക്ക് നോക്കാം. അയ്യങ്കാളി ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് 1937 വെങ്ങാനൂർ വെച്ചാണ് കേട്ടോ. 1937 വെങ്ങാനൂർ വെച്ചാണ് ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയത്. ഓക്കെ, ഈ ഒരു സമയത്താണ് ഗാന്ധിജി അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് കേട്ടോ. പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് അല്ലേ. ആരെ? അയ്യങ്കാളിയെ. ഓക്കെ, ഇനി അടുത്തത് അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവുമായി കണ്ടുമുട്ടിയിട്ടുണ്ട്. നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിച്ചിരുന്നു അല്ലേ. എപ്പോഴാണ്? 1912 ബാലരാമപുരത്ത് വെച്ചാണ് കണ്ടുമുട്ടിയത് കേട്ടോ. എപ്പോഴാണ്? 1912 ബാലരാമപുരത്ത് വെച്ചാണ് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത്. ഓക്കെ ആണോ? അടുത്ത് നോക്കിക്കോളൂ. 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം ഹരിജനങ്ങളും മനുഷ്യരായി എന്ന് പറഞ്ഞതാര്? ആരാണ് ഹരിജനങ്ങളും മനുഷ്യരായി എന്ന് പറഞ്ഞത്? അയ്യങ്കാളിയാണ് കേട്ടോ. എപ്പോൾ? 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷമാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, ഹരിജനങ്ങളും മനുഷ്യരായി എന്ന്. ഓക്കെ, അയ്യങ്കാളിയുടെ പരിശ്രമത്തിനൊടുവിൽ 1914 പിന്നാക്ക ജാതിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പഠിക്കാൻ അനുവാദം നൽകിയ രാജാവ് ആര്? പിന്നാക്ക ജാതിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പഠിക്കാൻ അനുവാദം നൽകിയ രാജാവ് എപ്പോൾ? 1914 കേട്ടോ. ഏത് രാജാവാണ്? ശ്രീമൂലം തിരുനാളാണ് കേട്ടോ. ശ്രീമൂലം തിരുനാളാണേ. ഇനി നമുക്ക് അയ്യങ്കാളിയുടെ ഫേമസ് വചനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. നമുക്കറിയാവുന്നത് തന്നെയാണ്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു. എന്താണ്? ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു. ആര് പറഞ്ഞതാണ്? അയ്യങ്കാളിയാണ് കേട്ടോ. വിദ്യയിലൂടെ ഔന്നിത്യം നേടുക, വിദ്യ നേടുക, സംഘടിക്കുക,
ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ കളകൾ വളരും. ഇതാര് പറഞ്ഞതാണ്? അയ്യങ്കാളിയാണ് അല്ലേ. അധസ്ഥിതർക്ക് വിദ്യാഭ്യാസം അഭികാമ്യമാക്കുക. എന്തൊക്കെയാണ്? ഞാനിതാ പുലേ ശിവനെ പ്രതിഷ്ഠിക്കുന്നു, വിദ്യയിലൂടെ ഔന്നിത്യം നേടുക, വിദ്യ നേടുക, സംഘടിക്കുക, ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ കളകൾ വളരും, അധസ്ഥിതർക്ക് വിദ്യാഭ്യാസം അഭികാമ്യമാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? അറിയാമോ? 2002 ഓഗസ്റ്റ് 12-നാണ് കേട്ടോ. ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നാണ്? 2002 ഓഗസ്റ്റ് 12 കേട്ടോ. അടുത്ത് നോക്കൂ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 2010 കേട്ടോ. 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്. ഓക്കെയാണോ? കേരളം പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം. കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ്? അയ്യങ്കാളി ഭവനാണ് കേട്ടോ. കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയ്യങ്കാളിയുടെ ശ്രമഫലമായി തിരുവനന്തപുരത്ത് പിന്നോക്കക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ച മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? അറിയാമോ? KR നാരായണനാണ് കേട്ടോ. അയ്യങ്കാളിയുടെ ശ്രമഫലമായി തിരുവനന്തപുരത്ത് പിന്നോക്കക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ച മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? KR നാരായണൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അയ്യങ്കാളി ചെയർ ആരംഭിച്ച യൂണിവേഴ്സിറ്റി ഏതാണ്? കേന്ദ്ര യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. കാസർഗോഡുള്ള കേന്ദ്ര യൂണിവേഴ്സിറ്റിയാണ് അയ്യങ്കാളി ചെയർ ആരംഭിച്ച യൂണിവേഴ്സിറ്റി. അടുത്തത് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം, വെങ്ങാനൂരിലെ ചിത്രകൂടമാണ്. 1941 അടുത്തത് ശവകുടീരം പാഞ്ചജന്യമാണ് കേട്ടോ. ശവകുടീരം ഏതാണ്? പാഞ്ചജന്യമാണ്. അയ്യങ്കാളി പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചത്? തിരുവനന്തപുരമാണ്. അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. അയ്യങ്കാളി പ്രതിമ തിരുവനന്തപുരത്താണ്. അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളി പ്രതിമയുടെ ശില്പി ഏതാണ്? ഇസ്ര സേവിഡ് ആണ് കേട്ടോ. ഇസ്ര സേവിഡ് ആണ് അയ്യങ്കാളി പ്രതിമയുടെ ശില്പി. ഓക്കെ ആണോ? അടുത്തത് സ്വന്തം പേരിന് മുൻപിൽ മഹാത്മാ എന്ന പദവി അല്ലെങ്കിൽ പേര് ചേർത്തിരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളി തന്നെയാണ് അല്ലേ. മഹാത്മാ അയ്യങ്കാളി എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ സ്വന്തം പേരിന് മുൻപിൽ മഹാത്മാ എന്ന പദവി ചേർത്തിരിക്കുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഇനിയും നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്തി വീഡിയോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അവരും കൂടി കണ്ടോട്ടെ, പഠിച്ചോട്ടെ.